എൻ്റെ പേര് രോഹിത്. ജനുവരി 4-ാം തീയതി 2021 രാവിലെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ എൻ്റെ വലത്തെ മുട്ടുകാലിൽ ACL കീറുകയുണ്ടായി. കൂടെ മെനിസ്കസും ചെറിയ രീതിയിൽ ടയർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൂടാതെ എല്ലിലും ചെറിയൊരു പൊട്ടലുണ്ടെന്നാണ് MRI റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞത്, എനിക്കിനി ഓടാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, ട്രെക്കിങ്ങിന് പോകാൻ പറ്റില്ല, തിരിയുമ്പോൾ ഓരോ കാലം എടുത്തു വെച്ച് തിരിയണം, പിന്നെ ജിമ്മിൽ പോയിട്ട് മറ്റേ സിറ്റപ്പ്, സ്ക്വാട്ട് അങ്ങനത്തെ ഒരു എക്സസൈസും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ശുപാർശ ചെയ്തിരുന്നു. അവർ തന്നെ എഴുതി തന്ന ഒരുപാട് പെയിൻ കില്ലേഴ്സ്, അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടു. അവർ തന്ന എക്സസൈസ് മൊത്തം ചെയ്തു നോക്കി. അവർ തന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ബാൻഡ്, സാൻഡ് ബാഗ്, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് വർക്കൗട്ട് ചെയ്തു. എന്നിട്ടും ഒരു ശമനം കണ്ടില്ല വേദനയ്ക്ക്. പിന്നെ ഈ വേദനയും വെച്ചുകൊണ്ട് കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭേദമാവാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ പോയിട്ടൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ ആ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഒരുപാട് നാൾ ഈ വേദന സഹിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്തു. എങ്കിലും ശമനം ഉണ്ടായില്ല, അതിനൊരു ബലം കിട്ടിയില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല ആ ഒരു മുട്ടിൻ്റെ ഒരു കണ്ടീഷൻ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 2023 ഡിസംബർ 4-ാം തീയതി ഞാൻ വിനീഷ് ഗുരുക്കളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ വിനീഷ് ഗുരുക്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറ്റിയത്, എന്തെങ്കിലും ഇതിന് പരിഹാരം കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ തൃപ്പൂണിത്തുറ അടുത്ത് വേറൊരു കളരി മർമ്മ ചികിത്സയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവർ കുറേ കിഴി വെച്ച് കുറേ എണ്ണയും തേച്ച്, നല്ല തിളച്ച എണ്ണ തേച്ച് നല്ല രീതിയിൽ ഒന്ന് ചൂട് പിടിപ്പിച്ചു എന്നല്ലാതെ വേറൊന്നും അവർ ചെയ്തില്ല. ഒരുപാട് പൈസ മേടിച്ചു. അപ്പോൾ വിനീഷ് ഗുരുക്കൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 2 മാസത്തെ കോഴ്സാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ 2 മാസം നല്ല രീതിയിൽ ഇത് ഒരു കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ മുട്ടുവേദന ശരിക്കും മാറും, നല്ല മുട്ടുവേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വിനീഷ് ഗുരുക്കൾ തന്നിരുന്നു. അപ്പോൾ 2 വർഷം ഞാൻ ഈ വേദന സഹിച്ചുകൊണ്ട് ഒരുപാട് നടന്നു. അപ്പോൾ 2 മാസം എന്താണ് ഇനി ഉണ്ടാവാൻ പോകണമെന്നുള്ള രീതിയിൽ ഞാൻ വിട്ടിട്ട് വിനീഷ് ഗുരുക്കൾ പറഞ്ഞ രീതിയിൽ ഞാൻ ഫോളോ ചെയ്തു. കുറച്ച് എക്സസൈസും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ വിനീഷ് ഗുരുക്കൾ ഈ ഒഴിച്ചിൽ ചികിത്സയിൽ കൂടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞ ട്രെക്കിങ്, സ്പോർട്സ് മുതലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതൊക്കെ ചെയ്തു തുടങ്ങി. അതുകൂടാതെ തന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ്, ആ മുട്ടുമേലുള്ള കോൺഫിഡൻസ് എനിക്ക് തിരിച്ചു കിട്ടി. വേറൊന്നുമല്ല, ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സിറ്റപ്പും മറ്റേ സ്റ്റെപ്പ് ഡൗൺ, ആ ഒരു എക്സസൈസ്, സ്റ്റെപ്പ് ഡൗൺ എക്സസൈസ് ഒഴിച്ച്, അത് ഞാൻ സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നു. അതൊഴിച്ച് 12 സ്പീഡിലിട്ടിട്ട് ട്രെഡ്മില്ലിൽ ഓടുക. അതുകൂടാതെ ഒറ്റ കാലിൽ സപ്പോർട്ട് ചെയ്ത് ഇരിക്കുക, മെഡിറ്റേഷൻ പോസിലേക്ക് ഇരിക്കുക. ആ മെഡിറ്റേഷൻ പോസിൽ നിന്ന് ഒറ്റ കാല് വെച്ചിട്ട് എണീക്കുക. ഇതൊന്നും എൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളായിരുന്നു. അത് ഈ വിനീഷ് ഗുരുക്കളുടെ ഈ ചികിത്സയിലൂടെ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഇത്തരം ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിട്ടുമാറാത്ത എന്ത് വേദന ഉണ്ടെന്നുണ്ടെങ്കിലും, അത് ശരീരത്തിൽ ഏത് ഭാഗത്തായിക്കോട്ടെ, വിനീഷ് ഗുരുക്കളെ പോയി കാണുക, ചികിത്സ നേടുക. you.